പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നാം നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഈ വാക്യത്തിന് കാരണമായി തീർന്നത് എന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങിയത് കൊണ്ടും ഹല്ലേലൂയ രാജാവിന് അവനെ വലിയ സ്നേഹം, വലിയ സന്തോഷവും അവനിൽ വലിയ ഇഷ്ടമായിരുന്നത് കൊണ്ടും അവനെതിരായി പ്രവർത്തിച്ചിരുന്ന ജീവിതങ്ങൾ അവന് വേണ്ടി ഹല്ലേലൂയ പല പഴുതുകളും ഉണ്ടാക്കി അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. പ്രീതി മക്കളെ, ഹല്ലേലൂയ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു കുറ്റവും ഹല്ലേലൂയ രാജാവിന് കാണുവാൻ സാധിച്ചില്ല. പക്ഷേ ഹല്ലേലൂയ അത് അസൂയയ്ക്ക് കാരണമായി തീർന്നു മറ്റു കൂടെ ഉള്ളവർക്കെല്ലാവർക്കും. ഹല്ലേലൂയ അപ്പോൾ അവിടെ ഉള്ളവർ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചിട്ടുള്ള അല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചതെന്തെന്നാൽ, ദാരിയാവേശ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവേ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയുമെന്നൊരു രാജനിയമം നിയമിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരുന്നു. നോക്കൂ, ഹല്ലേലൂയ ദൈവത്തിനെതിരായിട്ട് ഹല്ലേലൂയ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും ഫലിക്കുവാൻ പോകുന്നില്ല. പ്രിയ മക്കളെ, ഒരു ദൈവ പൈതലിനെതിരായിട്ട് ആരെന്ത് ചെയ്താലും അത് ഫലിക്കുകയില്ല. ഹല്ലേലൂയ ഇനിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് അക്ഷരത്തിൽ തന്നെ അത് ഹല്ലേലൂയ നന്നായിട്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ 10-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ രാജാവിന്റെ കൽപ്പന ദാനിയേലിനെ അധൈര്യപ്പെടുത്തുകയോ തൻ്റെ പ്രാർത്ഥനാ സ്വഭാവത്തെ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്തില്ല. നോക്കൂ, അവന്റെ കിളിവാതിലുകൾ ദൈവാലയം സ്ഥിതി ചെയ്തിരുന്ന യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. ഹല്ലേലൂയ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20-21 വാക്യം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ദേവാലയത്തിന്റെ പ്രത്യേകത എന്താണ്. നോക്കൂ, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്തരുളേണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ ഏത് സമയത്തും അടുത്തു ചെല്ലുവാൻ പറ്റുന്ന ദൈവാലയത്തിൽ മുമ്പാകെ ഹല്ലേലൂയ ദാനിയേൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രിയ ദാനിയേൽ തനിക്ക് വരാനിരിക്കുന്ന അപകടം അറിഞ്ഞിരുന്നു എങ്കിലും തൻ്റെ ആവശ്യങ്ങൾ ദൈവ മുമ്പാകെ സമർപ്പിക്കുന്നതിൽ തന്നെ അകറ്റി നിർത്തുവാൻ ഒന്നിനെയും അനുവദിച്ചില്ല. ഹല്ലേലൂയ നോക്കൂ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-6 കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ കുറയ്ക്കരുത്. ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ, അതായത് പ്രാർത്ഥിക്കുവാനോ കൂട്ടായ്മയ്ക്ക് പോകുവാനോ കഴിയാത്ത വിധത്തിൽ പല തന്ത്രങ്ങളും കൊണ്ടുവന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ ദൈനംദിന പ്രാർത്ഥനാ ജീവിതം ഇല്ലായ്മ ചെയ്യുന്ന യാതൊന്നിനും നാം ഇടം കൊടുക്കാതെ അതിനെ തരണം ചെയ്ത് ജീവിപ്പാൻ നാം കൃപയുണ്ടാവും. അതായത് നമ്മൾ തന്നെ അതിന് സമയം കണ്ടെത്തി ദൈവസന്നിധിയിലായിത്തീരണം. ഹല്ലേലൂയ. നാം അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കണം. പ്രിയ മക്കളെ, നോക്കൂ, എന്തെല്ലാം നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നമ്മെ ഹല്ലേലൂയ ഏതെല്ലാം സംഗതികൾ കൊണ്ടുവരുമ്പോൾ അതിനെ തരണം ചെയ്ത് ജീവിക്കേണ്ടത് നമ്മുടെ ഹല്ലേലൂയ കർത്തവ്യമാ. നമ്മളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഉള്ളത് നാം അതിനെ ഹല്ലേലൂയ തരണം ചെയ്ത് ജീവിക്കണം. ഹല്ലേലൂയ. നോക്കുക, 6-ാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 6-ന്റെ 14 ഹല്ലേലൂയ, രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. നോക്കൂ, സിംഹത്തിന്റെ ഗുഹയിൽ ഇടട്ടെ, എവിടെയൊക്കെ ഇടട്ടെ ഹല്ലേലൂയ, അവരൊക്കെ എന്തെല്ലാം നോക്കട്ടെ ഹല്ലേലൂയ, നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മോട് കൂടെ നിൽക്കുന്ന കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ നമ്മെ യാതൊരു ശക്തിയും ഹല്ലേലൂയ നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. 6-ന്റെ 16 നോക്കൂ, രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. നോക്കൂ, രാജാവ് അവിടെ കൽപ്പിക്കുക, നീ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഒരു ദൈവ പൈതലിനെ മറ്റൊരു കാണുമ്പോൾ അറിയാം ഇവനിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന്. നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ജീവിതങ്ങൾക്കും അറിയാം. പക്ഷെ അവർ അസൂയ കൊണ്ടാണ് ഹല്ലേലൂയ പലതും ചെയ്തു പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. 6-ന്റെ 17 നോക്കൂ, അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്ക് വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിനെ മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അതികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്ന് ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ശബ്ദത്തോട് ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. നോക്കൂ പ്രിയ ദൈവമക്കൾ, ഒരു ദാനിയേലിനെ ഹല്ലേലൂയ ഒരു രാജാവ് വിളിക്കുന്ന എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ ഹല്ലേലൂയ വായടച്ചു കളഞ്ഞു. സിംഹത്തിന്റെ വായടച്ചു കളയുവാൻ ദൂതനെ അയച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നോക്കൂ, സിംഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന മനുഷ്യരെ ഏത് വിധേനയും അതിന്റെ ഹല്ലേലൂയ അത് തേടിപ്പിടിച്ചിരിക്കുക, ഇപ്പം കിട്ടുമെന്നും പറഞ്ഞു. പക്ഷേ അവിടെ ദൂതനെ അയച്ച സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ ആർക്കും ഹല്ലേലൂയ ശത്രുക്കളുടെ മുമ്പാകെ ഇട്ടുകൊടുക്കുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താപ്പച്ചൻ നമ്മെ പരിപാലിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, 23 ഹല്ലേലൂയ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. നോക്കൂ, ഹല്ലേലൂയ. രാജാവിനും മനസ്സിലായി ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ
കർത്താവ് ഹല്ലേലൂയ ഒരിക്കലും കൈവിടുകയില്ല. ഏത് സിംഹത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സിംഹസമാനമായ ഹല്ലേലൂയ വിഷയങ്ങൾ ഏതും കടന്നു വരട്ടെ പ്രിയ മക്കളെ, സിംഹത്തിന്റെ വായിൽ നിന്ന് ബലശാലികളുടെ ഹല്ലേലൂയ ഇടയിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 14-ാം വാക്യത്തിൽ നോക്കൂ, 24-ാം വാക്യത്തിൽ നോക്കൂ. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു, അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കെതിരായിട്ട് ഹല്ലേലൂയ ആരെല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു ദൈവ പൈതലിനെ യാതൊരു വിധത്തിലും ഹല്ലേലൂയ ക്ലേശം സംഭവിപ്പാൻ, നഷ്ടം വരുത്തുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളെ, നിങ്ങൾക്കെതിരായിട്ട് ഹല്ലേലൂയ ശത്രു എന്തെങ്കിലും കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധി നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കെ. കർത്താവ് നിങ്ങളെ പരിപാലിക്കും, രക്ഷിക്കും. ദൈവസന്നിധി വിശ്വസ്തയോടെ തന്നെ നിൽക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധി നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥനയാലായി തീരുമ്പോൾ ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രാർത്ഥന ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ കൂടുതൽ അടുത്ത് വരുവാൻ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഹല്ലേലൂയ ഉറപ്പോട് തന്നെ നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഏതെല്ലാം ഭാരമായ വിഷയമാണെങ്കിലും ദൈവം അവിടുന്ന് അത്ഭുതത്താൽ അവരെയൊക്കെ രക്ഷിക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.